പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഹെയർ ഓയിലിന്റെ റിവ്യൂ വീഡിയോ ആണ്. ഇത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹെയർ ഓയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കറ്റാർവാഴയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കാച്ചി എണ്ണയായിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും നമുക്ക് കറ്റാർവാഴയൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ഹെയർ ഓയിലാണ് യൂസ് ചെയ്ത് തുടങ്ങിയത്. അതെനിക്ക് ഒരുപാട് റിസൾട്ട് തന്നിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ്. ഈ ഒരു ഹെയർ ഓയിൽ നമ്മൾ മുടി കൊഴിച്ചിൽ മാറാനായിട്ടും അതേപോലെ താരൻ മാറാനായിട്ടും ഹെയർ നന്നായിട്ട് തിക്കായിട്ട് വളരാനായിട്ടും ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതാണ് ഹെയർ ഓയിൽ എന്ന് നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ഡാബർ അംലയുടെ ഹെയർ ഓയിലാണ്. ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഞാനിത് വാങ്ങിച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. എൻ്റെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള അടിപൊളി ഒരു ഹെയർ ഓയിലാണ് ഇത്. ഞാനിപ്പം പുതിയൊരു ബോട്ടിൽ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഞാൻ 4 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഹെയർ ഓയിലാണ് കേട്ടോ. ഇത് പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇവിടെ അയർലൻഡിൽ നമുക്കറിയാലോ കറ്റാർവാഴയൊന്നും നമുക്ക് കിട്ടാനില്ല. അപ്പം കാച്ചി എണ്ണയൊന്നും വെക്കാൻ അത്ര പോസിബിൾ അല്ല. അപ്പം വാങ്ങിച്ചിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ്. അതേപോലെ തന്നെ ഇതൊന്നും നാടനായിട്ടുള്ള സാധനങ്ങളൊന്നും കിട്ടാത്തവർക്ക് വാങ്ങി യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഹെയർ ഓയിലാണ് കേട്ടോ. ഇതെങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2 രീതിയിലാണ് ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നത്. ഒന്ന്, കുളിക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ ഞാൻ ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യും. അതിനുശേഷം നന്നായിട്ടൊന്ന് ഹെയർ മസാജ് ചെയ്ത് കൊടുക്കും. ഹെയർ മസാജ് ചെയ്യുന്നത് നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ താരനുണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഞാൻ കുളി കഴിഞ്ഞിട്ട് ആ ഒരു നനവോട് കൂടി തന്നെ ഹെയർ ഓയിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ മുടി വാഷ് ചെയ്യത്തില്ല, പിറ്റേന്നാണ് വാഷ് ചെയ്യുക. അങ്ങനെയും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. എങ്ങനെ യൂസ് ചെയ്താലും ഇത് മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ട് അടിപൊളിയാണ്. അതേപോലെ തന്നെ തിക്കായിട്ട് മുടി വളരാനായിട്ടും അടിപൊളിയാണ്. എൻ്റെ എക്സ്പീരിയൻസ് ആണ്. എല്ലാവർക്കും ഇത് സ്യൂട്ട് ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് നന്നായിട്ട് വർക്കായിട്ടുള്ളൊരു ഹെയർ ഓയിലാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു പച്ച കളറിലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇത് കുറച്ചെടുത്തിട്ട് നമ്മൾ സ്കാൽപ്പിൽ തേക്കുക. സ്കാൽപ്പിൽ തേച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പം ഇത് അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല. അപ്ലൈ ചെയ്ത് കാണിക്കാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ സ്കൂളിൽ കുട്ടികളെ കൂട്ടാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കാണിക്കാത്തത് കേട്ടോ. ഞാൻ ഇതിന് മുന്നേയും ഈ ഒരു ഹെയർ ഓയിലിൻ്റെ റിവ്യൂ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി ഹെയർ ഓയിലാണ്. അങ്ങനെ പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.